ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം കൊട്ടിയത്തുള്ള കാഷ്യൂ കോർപ്പറേഷന്റെ ഫാക്ടറിയിലാണ്. സാധാരണ ഒരു കശുവണ്ടി ഫാക്ടറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയുണ്ട്. കുറേ കശുവണ്ടികൾ നിരത്തിയിട്ടിരിക്കുന്നു, ആളുകൾ തൊണ്ട് പൊളിക്കുന്നു, തല്ലുന്നു, അങ്ങനെ കുറേ ചിന്തകളല്ലേ ഓർമ്മകളല്ലേ മനസ്സിലേക്ക് വന്നു. പക്ഷേ കാലത്തിനനുസരിച്ച് കാഷ്യൂ ഫാക്ടറികളും മാറുകയാണ്. അതെ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് കശുവണ്ടിയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ സംവിധാനത്തെയാണ്. ഇതാ ഇവിടെ ചേച്ചിമാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, നോക്കാം. ഇത് കണ്ടോ, കാഷ്യൂ വിറ്റ ന്യൂട്രീഷ്യസ് ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അതായത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. എന്താ ചേച്ചി? ഇതാ കാഷ്യൂ പൗഡർ ഉണ്ട്. ഇനി മറ്റെന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും നിങ്ങളിവിടെ? സൂപ്പ്, പിന്നെ കാഷ്യൂ സോഡ, ജാമ്, സിറപ്പ്. ഞങ്ങൾ ഇതിന്റെ കൂടെ വേറെ ചില കാര്യങ്ങൾ കൂടി അറിയാൻ വന്നതാണ്. നന്നായി കുടിച്ചു. ഞങ്ങൾ ഈ ഇലക്ഷന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിറങ്ങിയതാ. എങ്ങനെയുണ്ട്? ശ്രദ്ധിക്കാറുണ്ടോ ഇലക്ഷനൊക്കെ? ശ്രദ്ധിക്കാറുണ്ട്, വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നുന്നേ? അതൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ജോലി തരുന്നതുകൊണ്ട് നിൽക്കും, അത്രയാണ്. ഇപ്പൊ ജോലിയൊക്കെ തരുന്നില്ലേ? ജോലിയുണ്ട്. നമുക്ക് LDF സർക്കാർ വന്നെങ്കിലേ ജോലിയും കാര്യങ്ങളും എല്ലാം നടക്കും. ഇതുവരെ നല്ല അനുഭവം കൊണ്ട് പറയുന്നതാണ്. നമ്മുടെ ഇപ്പൊ തന്നെ കാശുവിട്ട് നമുക്ക് ഫാക്ടറി അടച്ചിട്ടാൽ ഇവിടെ ജോലിയുണ്ട്. വ്യക്തിപരമായിട്ടാണെങ്കിൽ പ്രേമചന്ദ്രനാണ് എന്നുള്ള വിശ്വാസം. നമുക്ക് ജോലി കിട്ടണമെങ്കിൽ LDF തന്നെ. അപ്പൊ ജോലിക്കാണോ വ്യക്തിപരമായ താല്പര്യങ്ങൾ? അല്ല, ജോലിക്കാണ് മുൻതൂക്കം. ഞങ്ങൾ ജോലി ചേച്ചി വളരെ വിദഗ്ധമായി പറയാതെ പറഞ്ഞു വെച്ചു ആർക്കാണ് അതുകൊള്ള. ഏതായാലും LDF സർക്കാർ വന്നതിന് ശേഷമാണോ ഈ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായത്? സ്ഥിരമായിട്ട് ജോലി ആയാലും ഞങ്ങൾക്ക് ഇത് കിട്ടുന്നത് LDF സർക്കാർ വന്നതിന് ശേഷം തന്നെ. ഒന്നും പറയാൻ വയ്യ, രണ്ടുപേരും കട്ടക്കട്ടയ്ക്ക. എന്നാലും കുറച്ച് മുൻതൂക്കം ആരെങ്കിലും ഉണ്ടോ? വിചാരിക്കുന്നു. ഇവിടുത്തെ ഇലക്ഷൻ എങ്ങനെയുണ്ട്?